കേരളത്തിലെ ബി.ജെ.പി. നേതാക്കന്മാർ ഒറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് കോടീശ്വരന്മാരായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് കേന്ദ്രം കൊടുത്ത ഫണ്ടുകൾ പലതും താഴേക്കിടയിലെ കമ്മിറ്റികൾക്കൊന്നും കൊടുത്തില്ല. അവരവർ തന്നെ മുക്കി ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ എത്തിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായി പുറത്തു വരികയാണ്. ഏറ്റവും ഒടുവിൽ ആലുവയിൽ നിന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ രാജീവ് ചന്ദ്രശേഖരൻ അയച്ച കത്ത് പുറത്തു വന്നിട്ടുണ്ട്. ആലുവയിൽ മത്സരിച്ച ബി.ജെ.പിയുടെ എറണാകുളം നോർത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ബ്രഹ്മദാസ് തന്നെ 2 കോടി രൂപ മുക്കി എന്നാണ് ആരോപണം. ആലുവ നിയോജക മണ്ഡലത്തിലേക്ക് വന്ന ഫണ്ട് തട്ടിയെടുത്തു എന്നാണ് പരാതി. എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം.എ. ബ്രഹ്മരാജ്, ട്രഷറർ രൂപേഷ് പോയാട്ട്, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മുത്തേടൻ എന്നിവർക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. ബി ക്ലാസ് മണ്ഡലം എ ക്ലാസ് മണ്ഡലമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെന്നാണ് പരാതി. പ്രാദേശിക പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയത്. കേട്ടല്ലോ, സ്ഥാനാർത്ഥിയും പ്രസിഡന്റുമായിട്ടുള്ള ബ്രഹ്മദാസും ട്രഷറർ രൂപേഷും പിന്നെ ഒരു മൂത്തേടനും ചേർന്ന് ബി.ജെ.പിക്ക് ബി ക്ലാസ് മണ്ഡലമായിരുന്നതിനെ എ ക്ലാസ് മണ്ഡലമാക്കി. കാര്യം പലയിടങ്ങളിലും ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഓരോ ക്ലാസ് അനുസരിച്ചാണ്. എ ക്ലാസ്സിനാണെങ്കിൽ 10 കോടി രൂപ വരെ കൊടുക്കും, ബി ക്ലാസ്സിനാണെങ്കിൽ 5 കോടി വരെ. അങ്ങനെ ബി ക്ലാസ്സിനെ എ ക്ലാസ് ആക്കി 10 കോടി രൂപ അവിടെ വരുത്തിച്ചതിന് ശേഷം ഇപ്പൊ കണക്കുമില്ല, ഒന്നുമില്ല. അതായത് താഴേക്കിടയിലെ കമ്മിറ്റികൾക്ക് അക്കൗണ്ടിൽ പണം ഇട്ട് കൊടുത്തതിന് ശേഷം ആ പണം കയ്യിൽ പൈസയായിട്ട് പിൻവലിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് ബ്രഹ്മദാസ് ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി പ്രചരണത്തിനിറങ്ങി. അവർക്ക് ജോലി വരെ നഷ്ടപ്പെട്ട് ഇതിന്റെ പിന്നാലെ നടന്നപ്പോൾ അവരെ മുൻനിർത്തിക്കൊണ്ട് വലിയ കച്ചവടങ്ങൾ. എന്തിനേറെ പറയുന്നു, സ്വന്തം പാർട്ടിയുടെ കൊടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വികാരമാണ്. പക്ഷെ അതുവരെ കച്ചവട വസ്തുവാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പാർട്ടി സ്നേഹമാണോ എന്ന് നാട്ടുകാർക്ക് ചിന്തിക്കാവുന്നതാണ്. സംഘികളെ എവിടെ കയറ്റിയാലും, അമ്പലത്തിൽ കയറ്റിയ അമ്പലത്തിലെ ഫണ്ട് വിഴുങ്ങും, സ്വർണം വിഴുങ്ങും. അതുപോലെ ഏതെങ്കിലും പാർട്ടിയിൽ കയറ്റിയാൽ ആ പാർട്ടിയുടെ ഫണ്ട് അടിച്ചുകൊണ്ട് പോകുന്ന ടീംസ് ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ പ്രമുഖ ബി.ജെ.പി. നേതാക്കന്മാരുടെ സാമ്പത്തികം അത് സെൻസെക്സിനെയും മറികടന്നുകൊണ്ട് കുത്തനെ ഉയർന്നതായിട്ടാണ് ബി.ജെ.പി. നേതാക്കന്മാർ തന്നെ അടക്കം പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പലരും ഇപ്പോൾ ലക്ഷൂറിയസ് ജീവിതമാണ്. 17 ലക്ഷം രൂപയുടെ പുതുപുത്തൻ കാറ് CC ഇടാതെ എടുക്കുന്നു, 40 ലക്ഷം രൂപ ഒറ്റയടിക്ക് ലോൺ കൊടുക്കുന്നു. ഇതെങ്ങനെയാണ് കേവലം 1 മാസം കൊണ്ട് ഒരു ജോലിക്കും പോകാത്തവന്മാർക്ക് ഇത്രയും വലിയ പണം വന്നിറങ്ങിയത്? സകലതിലും കമ്മീഷൻ, ചെയ്യാത്ത പ്രവർത്തനങ്ങൾക്ക് വരെ അനർഹമായി കിട്ടിയ പണത്തെ എങ്ങനെയൊക്കെ മുക്കാമെന്നുള്ളതിലേക്ക് അവർ തോന്നുംപടി പല ഏജന്റുമാരെ വെച്ചും പല ബിനാമികളെയും വെച്ച് 5 കോടി രൂപയിൽ പരമാവധി ആലുവയിലെ ബി.ജെ.പി. നോർത്ത് പ്രസിഡന്റ് കുടുംബത്തിൽ എത്തിച്ചു എന്ന് അവിടുത്തെ പ്രാദേശിക നേതൃത്വം തന്നെ അല്ലെങ്കിൽ നേതാക്കൾ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ അയച്ച കത്തിൽ പറയുകയാണ്. ഒന്ന് ആലോചിക്കണേ. ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം മത്സരിക്കുക, വിജയിക്കാൻ പരമാവധി പരിശ്രമിക്കുക. വിജയമൊന്നും വേണ്ട, അവിടെ മത്സരിക്കുക, നിൽക്കുക എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഫണ്ട് ഊരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യണം. ജയയുടെ ആർക്ക് വേണം? വരട്ടെ പണം. അങ്ങനെ ബി ക്ലാസ്സിനെ എ ക്ലാസ് ആക്കി 10 കോടി വരുത്തിച്ച് എത്ര രൂപ ഇവർ 3 പേരും കൂടി കട്ടുകൊണ്ട് പോയി എന്നതിനെ സംബന്ധിച്ച് ഒരു ED അന്വേഷണം നടത്തിയാൽ ഉറപ്പായിട്ടും മുഴുവൻ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കഴിയുമെന്ന് ബി.ജെ.പി. നേതാക്കന്മാർ തന്നെ പറയുന്നു. ഇത് ആലുവയിലെ മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലെ ജില്ലാ നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാരും ഒരുമിച്ച് നിന്ന് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000 കോടി രൂപയോളമാണ് ബി.ജെ.പി. ഇവിടെ സീറ്റ് വിജയിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായതെന്ന് നേരത്തെ വാർത്തകൾ വന്നു. അതിൽ എത്ര കോടി ഇവിടെ വന്നു എന്നും എത്ര കോടി ബി.ജെ.പി. നേതാക്കന്മാരുടെ വീട്ടിൽ പോയെന്നും പരിശോധന നടത്തേണ്ടതാണ്. പലരും ഇപ്പോൾ തിടുക്കപ്പെട്ട് പുതിയ കെട്ടിടങ്ങൾ വയ്ക്കുന്നു, പുതിയ പ്രോപ്പർട്ടികൾ വാങ്ങുന്നു. ഇതിനൊക്കെ എവിടെ നിന്നാണ് പണം? പാവപ്പെട്ട കൊടി പിടിച്ച ചുവരെഴുതാൻ പോയവരെ തേച്ച് കിടത്തിക്കൊണ്ട് അവർ സമ്പന്നരായി മാറിയിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് ബി.ജെ.പി. നേതൃത്വത്തിന് കിട്ടിയ പരാതിയിൽ എന്ത് നടപടിയെടുക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യവുമാണ്.